നമസ്കാരം. 40 കഴിഞ്ഞ സ്ത്രീകളിൽ വളരെ കോമൺ ആയിട്ട് ഒരുപാടേറെ ആരോഗ്യ പ്രശ്നങ്ങൾ കാണുന്നുണ്ട്. ഇത് പലപ്പോഴും നമ്മുടെ ഏജ് കൂടുന്നതിനനുസരിച്ച് നമുക്ക് ചില ആരോഗ്യ പ്രശ്നങ്ങൾ അത് സർവ്വസാധാരണമാണ്. അതുപോലെ പ്രായമാകുക എന്നുള്ളത് ഒളിപ്പിച്ചു വെക്കേണ്ട കാര്യമൊന്നും അല്ല എങ്കിൽ പോലും ഇത് ചില സമയങ്ങളിൽ വളരെ പെട്ടെന്ന് അല്ലെങ്കിൽ 40ൻ്റെ തുടക്കത്തിൽ തന്നെ നമുക്ക് ചില സൗന്ദര്യ പ്രശ്നങ്ങൾ കാണപ്പെടാം. അല്ലെങ്കിൽ മുഖത്ത് കൂടുതൽ ചുളിവുകളും ബുദ്ധിമുട്ടുകളൊക്കെ കാണപ്പെടാം. ചില ഡാർക്ക് സ്പോട്ടുകൾ, ഏജിങ് സ്പോട്ടുകൾ, അല്ലെങ്കിൽ പിഗ്മെൻറ്റേഷൻ പ്രശ്നങ്ങൾ, ഇതൊക്കെ തന്നെ നിങ്ങളുടെ കോൺഫിഡൻസിനെ വരെ ബാധിക്കാറുണ്ടല്ലേ. അപ്പോൾ അങ്ങനെയൊക്കെ ഉണ്ടെങ്കിൽ നമ്മൾ ചില കാര്യങ്ങളൊക്കെ ഒന്ന് ശ്രദ്ധിച്ചാൽ മതി കേട്ടോ. ചില വൈറ്റമിനുകളുടെ കുറവ് കൊണ്ട് നമുക്ക് ഈ പ്രശ്നങ്ങൾ വരാം. വൈറ്റമിൻ എ, ബി, സി, ഇ, കെ തുടങ്ങിയിട്ടുള്ള ഒരുപാടേറെ വൈറ്റമിന് നമുക്ക് ആവശ്യമായിട്ടുണ്ട്. വൈറ്റമിൻ എ കിട്ടാൻ വേണ്ടിയിട്ടായാലും നമുക്ക് ഓർഗൻ മീറ്റ്സുകൾ അല്ലെങ്കിൽ നമ്മുടെ ചിക്കൻ്റെയോ മട്ടൻ്റെയോ ഒക്കെ ലിവർ കഴിക്കുന്നത് നല്ലതാണ്. ഒമേഗ-3 നമുക്ക് വളരെ അത്യാവശ്യമായിട്ടുള്ള ഒന്നാണ്. ഇത് വെജിറ്റേറിയൻസിനും നോൺ വെജിറ്റേറിയൻസിനും സെപ്പറേറ്റ് തന്നെ നമുക്കിത് വിപണിയിലൊക്കെ നോക്കി വാങ്ങിക്കാൻ കിട്ടും. അപ്പോൾ ഇതിൽ 7C വൈറ്റമിൻ ഒമേഗ-3 ആണ് എനിക്ക് പേഴ്സണലി ബെസ്റ്റ് എന്ന് തോന്നിയിട്ടുള്ള. വൈറ്റമിൻ ഇ ചിലർക്ക് നെർവ് സംബന്ധമായിട്ടുള്ള പ്രശ്നങ്ങളൊക്കെ തന്നെ കാണപ്പെടാം. നെർവ് വീക്കായി പോകുന്ന സന്ദർഭങ്ങളിൽ ഒരുപാടേറെ ബുദ്ധിമുട്ടുകൾ വരാറുണ്ട്. വൈറ്റമിൻ സി എന്ന് പറയുമ്പോൾ ധാരാളം ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ളതുകൊണ്ട് നമുക്ക് സ്കിന്നിനെയൊക്കെ തന്നെ എന്നും യൂത്ത്ഫുൾ ആയിട്ട് ഇരുത്താൻ ഇത് സഹായിക്കുന്നുണ്ട്. പ്രത്യേകിച്ചും ആൻറ്റി ഓക്സിഡൻസുകൾ അടങ്ങിയിട്ടുള്ള ആഹാര പദാർത്ഥങ്ങൾ ഈ പ്രായങ്ങളിൽ നമ്മൾ തിരഞ്ഞെടുത്ത് കഴിക്കുന്നത് ഇത്തരം ഡയറ്ററി ചേഞ്ചസ് ഒക്കെ കൊണ്ടുവരുന്നത് ഇതുപോലെ നമ്മുടെ കൊളാജൻ്റെ പ്രൊഡക്ഷൻ കൂട്ടാനായാലും ആൻറ്റി ഏജിങ് ആയിട്ടുള്ള ഗുണങ്ങൾ കൂടെ ഫ്രീ റാഡിക്കൽസിൻ്റെയൊക്കെ പ്രവർത്തനത്തിനെ കുറയ്ക്കുന്ന രീതിയിലാണ് ആൻറ്റി ഓക്സിഡൻസുകൾ പ്രവർത്തിക്കുന്നത്. അതുകൊണ്ട് തന്നെ നമുക്ക് നല്ല നിറമുള്ള പച്ചക്കറികൾ, പഴവർഗ്ഗങ്ങൾ, വൈറ്റമിൻ സി അടങ്ങിയിട്ടുള്ള പുളിരസമുള്ള മധുര നാരങ്ങ പോലുള്ള കാര്യങ്ങളും ഓറഞ്ച് അല്ലെങ്കിൽ ബെറീസ് ഇതൊക്കെ ഉൾപ്പെടുത്താം. ത്രിഫല, അശ്വഗന്ധ, ചവനപ്രാശം, അതുപോലെ നെല്ലിക്കപ്പൊടി അല്ലെങ്കിൽ ഇരട്ടി മധുരത്തിൻ്റെ പൊടി ഇതൊക്കെ തന്നെ നിങ്ങൾക്ക് ഉപയോഗപ്പെടുത്താൻ പറ്റും. അശ്വഗന്ധ രസായന, അഗസ്ത്യഹരിതകി രസായന, ബ്രഹ്മി രസായന, പിപ്പലി രസായന, മധുസ്നൂഹി രസായന തുടങ്ങിയിട്ടുള്ള ചവനപ്രാശ്, നാരസിംഹ രസായന, കൂഷ്മാണ്ഡ രസായന, ഇങ്ങനെ ഒരുപാടേറെ രസായന ഇത് ജലചികിത്സയിൽ വരുന്നതാണ്. മെൻ്റൽ ഹെൽത്ത് ഓക്കെ ആണെന്നുണ്ടെങ്കിൽ നമുക്ക് ആ ഒരു കോൺഫിഡൻസും അതുപോലെ തന്നെ നമ്മുടെ സ്ട്രെസ് ഫ്രീ ആയിട്ടുള്ള ഹെൽത്തും ഒക്കെ തന്നെ നമ്മുടെ ബ്യൂട്ടിയിൽ നമുക്ക് പ്രതിഫലിച്ച് കാണാൻ പറ്റും. അപ്പോൾ എപ്പോഴും തന്നെ ബ്യൂട്ടി എന്നുള്ളത് നമ്മുടെ ഇന്നർ പീസാണ് എന്നുള്ളത് മനസ്സിലാക്കുക. അതിനെ ഒന്നും കൂടി ഒന്ന് ഇമ്പ്രൂവ് ചെയ്ത് കൊണ്ടുവരാൻ വേണ്ടിയിട്ട് നമുക്ക് എപ്പോഴും ഫിസിക്കലായിട്ട് ഒരുപാട് എക്സസൈസുകളൊക്കെ ഫോളോ ചെയ്യുന്നതും ബ്രീത്തിങ് എക്സസൈസുകൾ ഫോളോ ചെയ്യുന്നതും ഒക്കെ നിങ്ങൾക്ക് ഒരുപാട് ഗുണം ചെയ്യും.